അതീവ ദുഷ്കരമായ രക്ഷാദൗത്യത്തിനാണ് ഇന്ന് സൂചിപ്പാറ സാക്ഷിയായത്. 3 പേർ ഇന്നലെ രാത്രി മുതൽ നിലമ്പൂരിൽ നിന്നിങ്ങനെ ചാലിയാർ പുഴയുടെ തീരം കടന്നു വരികയായിരുന്നു. പേരാണ് മലപ്പുറം മുണ്ടേരി സ്വദേശികളായ റഹീസ്, സാലിം, കൊണ്ടോട്ടി സ്വദേശിയായ മൂസിൻ എന്നിവരാണ് കയറി വരുന്നത്. കാരണം ഏതെങ്കിലും മൃതദേഹം ഈ പുഴക്കരയിലൊക്കെ ഉണ്ടോ എന്ന് പരിശോധിച്ച് വരികയായിരുന്നു. ആദ്യം ഒന്നാമത്തെ വെള്ളച്ചാട്ടം, സൂചിപ്പാറ ഒന്നാമത്തെ വെള്ളച്ചാട്ടം കയറി. അതിനുശേഷം നിരപ്പായ സ്ഥലമാണ്. പക്ഷേ അവിടെ ഇവർ പെട്ടുപോവുകയായിരുന്നു. ആ സ്ഥലം സുഖമായിരിക്കും, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ കയറിയത്. പക്ഷെ അത് അതീവ ദുഷ്കരമായൊരു സ്ഥലമായിരുന്നു. അത്രമാത്രം വെള്ളം കുത്തൊലിപ്പുള്ള ഒരു സ്ഥലമായിരുന്നു. ഒരു പാറയുടെ മുകളിൽ ഇവർ നിൽക്കുകയായിരുന്നു. അതിനിടയിൽ ഒരാൾ മാത്രം ആദ്യം രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടത് കൊണ്ട് അയാൾ പിന്നീട് നാട്ടുകാരെ വിവരമറിയിച്ചു. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ ഫോറസ്റ്റും മറ്റ് രക്ഷാസംഘങ്ങളും ഒക്കെ അവിടെ എത്തിയത്. രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ള രക്ഷാപ്രവർത്തകർ അവിടേക്ക് എത്തി. പക്ഷേ റോപ്പ് കെട്ടി ഇങ്ങോട്ട് എത്തിക്കുക, ഈ മറുകരയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതീവ ദുഷ്കരമായ ദൗത്യമാണ്. കാരണം രക്ഷാപ്രവർത്തകർക്ക് പോലും, നമ്മളോട് സംസാരിച്ച വളണ്ടിയേഴ്സ് പറഞ്ഞത്, രക്ഷാപ്രവർത്തകർ അതീവ ട്രെയിൻഡ് ആയിട്ടുള്ള രക്ഷാപ്രവർത്തകർക്ക് വരെ ഇറങ്ങാൻ ദുഷ്കരമായൊരു പ്രദേശം, ചെങ്കുത്തായ പ്രദേശം, അവിടേക്ക് അവരെ കൊണ്ടുവന്നാൽ തന്നെ കയറ്റി കൊണ്ടുവരികയാണെങ്കിൽ റോപ്പോ മറ്റ് സംവിധാനങ്ങളോ ഉപയോഗിച്ച് കയറ്റേണ്ടി വരും. അത് അതീവ ദുഷ്കരമായിരുന്നു. പിന്നീട് ഒരു സാധ്യതയുള്ളൂ, എയർ ലിഫ്റ്റിംഗ്. അത് ആദ്യം പരിശോധിച്ചു. പക്ഷേ ആദ്യം വന്നപ്പോൾ മോശം കാലാവസ്ഥ അതിനെ തടസ്സമായി നിന്നു. അത് കഴിയാതെ പോയി. വീണ്ടും രണ്ടാമതൊരു ശ്രമം നടത്തി. ആ രണ്ടാമത്തെ ശ്രമത്തിലാണ് കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന 2 പേരെ എയർലിഫ്റ്റ് ചെയ്ത് നമ്മുടെ ബെയിലി പാലത്തിന് സമീപം ഇറക്കാൻ കഴിഞ്ഞത്. മറ്റൊരാളെ ഇതിലൂടെ തന്നെ, വനമേഖലയിലൂടെ തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. എയർലിഫ്റ്റ് ചെയ്ത് 2 പേരെയാണ് ഇവിടേക്ക് എത്തിച്ചത്. അവരുടെ കാലുകൾക്കാണ് പരിക്ക്. 2 പേരുടെയും കാലുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരാളുടെ കാലിൻ്റെ മുട്ടിനടക്കം പരിക്കേറ്റു, മറ്റൊരാളുടെ കാലിനും പരിക്കേറ്റിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഗുരുതരമായ പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്നതാണ് നമുക്ക് കാഴ്ചയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത്യാഹിത വിഭാഗത്തിലേക്ക് ഈ 2 പേരെയും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവിടെ പ്രാഥമിക പരിശോധന കഴിഞ്ഞ ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയൂ. ഏതായാലും പ്രാഥമികമായി നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ല എന്നതാണ്. മുണ്ടേരി ഫാമിൻ്റെ ഉള്ളിൽ നിന്നൊരു ബോഡി കിട്ടി. അപ്പോൾ അതിൻ്റെ 2 ദിവസം മുന്നേ ആ തുരുത്തുനിന്ന് ഞങ്ങൾക്ക് 6 ബോഡി കിട്ടിയിരുന്നു. അപ്പോൾ ഇന്നലെ വെള്ളം കുറച്ച് കമ്മിയായതുകൊണ്ട് അവിടെ നിന്ന് ഒരു ബോഡി കിട്ടിയപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കലക്കംപോയ വരെ ഞങ്ങൾ തിരഞ്ഞിരുന്നു ഒരു ദിവസം. അന്ന് അവിടുന്ന് 3 ബോഡി ഞങ്ങൾ എടുത്തിന്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എന്താ തീരുമാനിച്ചു വെച്ചാൽ കലക്കംപോയെന്ന് മേലക്കുന്ന് ഫുള്ള് പോയി നോക്കുകയെന്നില്ല ഇൻ്റർനും വെച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ പോയി തിരിച്ചു വരുന്നതിന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മൾ പോയപ്പോൾ ഒരു 9 കിലോമീറ്ററോളം പോന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ സുഹൃത്തിന് എന്ത് ചെയ്തു, ഓന് BP കുറഞ്ഞു, കുറച്ചൊരു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഓന് തല കറങ്ങാണ്, കണ്ണ് നടക്കാൻ കഴിയണില്ല എന്നുള്ള സംഭവം വന്നപ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാമല്ലോ. അപ്പോൾ ഞങ്ങൾ പിന്നെ എന്താ വെച്ചാൽ ഇങ്ങോട്ട് വന്നപ്പോഴാണ് റിസ്ക് അറിഞ്ഞത്. അതായത് പിന്നെ അജാതി എന്താ ഇപ്പോൾ ചാലിയാർ, ഞങ്ങളവിടുത്തെ ചാലിയാർ മാറിയല്ല ഇവിടുത്തെ ചാലിയാർ. ഇവിടെ എത്തുമ്പോഴത്തേന് കല്ലരം കൊട്ടയിൽ കൂടെയാണ് വെള്ളം ഒഴിക്കണത്. ഒരു ബോഡി ഉണ്ടെങ്കിൽ തന്നെ എടുക്കാൻ കഴിയൂല. എനിക്കറിയാം ഒരു 3 കിലോമീറ്റർ നടന്ന് അവിടെ എത്തുന്നില്ലത്. അപ്പോൾ ആ ഒരു ഇതിനും വേണ്ടി ഇത് കയറിയപ്പോഴാണ് ഈ ടീമിനെ കാണുന്നത്. അപ്പോൾ ഓര് നമ്മളെ കൈയാട്ടി ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി എന്താ വെച്ചാൽ ഈ ബലിയും കൊണ്ട് പോയ നീന്തലും ചാടലും ഇതാക്കലൊക്കെ റിസ്ക്കാണ്. ആ ഭാഗത്ത് ഒരിക്കലും ഇറങ്ങിയാൽ അവിടെ നിന്ന് പിടുത്തം കിട്ടൂല. അതൊക്കെ ഒന്ന് പറയണം ഇവർക്ക്. ഇനി അവിടുന്ന് ഇറങ്ങാൻ കഴിയൂല എന്നുള്ള കാര്യം അറിയാം. ഇനി താഴത്തേക്ക് ഇറങ്ങലും റിസ്ക്കാണ്. അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തത്, ഇങ്ങോട്ട് കയറി വന്നത്. അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ ആ 2 പേർക്കും വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.